നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x² മൈനസ് 1/sin²x കണ്ടുപിടിക്കാനായിട്ടാണ്. എക്സിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണ് ഇത് കിടക്കുന്നത്. അതായത് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് കിടക്കുന്നത്. ഇതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് എടുത്തെഴുതുക. 1/x² ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1/sin²x എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് 1/f ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ആയിരിക്കും. 1/ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് sin²x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1/f ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷനാണ്? 1/1/x² ഇൻറ്റു 1/sin²x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² ഇൻറ്റു sin²x എന്ന് പറയുന്ന ഫംഗ്ഷനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൊത്തത്തിലുള്ള ലിമിറ്റിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് താഴേക്ക് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x² മൈനസ് 1/sin²x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? 1/ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് മൈനസ് 1/സ്മോൾ എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് sin²x മൈനസ് x² ഡിവൈഡഡ് ബൈ 1/f ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് x² ഇൻറ്റു sin²x. ഇനി ഇവിടെ നമ്മൾ എക്സിന് 0 എന്നുള്ളത് കൊടുത്ത് നോക്കുക. അപ്പം നമുക്ക് മുകളിലായിട്ട് 0 കിട്ടും, താഴെയായിട്ടും 0 കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരു 0/0 ഫോമിലാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മുകളിലും താഴെയും നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ താഴെ നമുക്കൊരു sin²x കിടപ്പുണ്ട്. സോ x² sin²x. ഇപ്പം നമ്മൾ തൊട്ട് മുന്നിലായിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു. താഴെ നമുക്ക് ടാനും സൈനും ഒക്കെ വന്നപ്പം നമുക്ക് x/sin⁡ അല്ലെങ്കിൽ sin⁡x/xൻ്റെ ലിമിറ്റ് 0യിൽ എന്താണെന്ന് അറിയാം. അപ്പോൾ ആ അറിയാവുന്ന റിസൾട്ടിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തത് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. sin²x മൈനസ് x² ഡിവൈഡഡ് ബൈ x² ഇൻറ്റു താഴെ നമ്മൾ തന്നിരിക്കുന്ന sin²x അതേപോലെ എഴുതി. അങ്ങനെയാണെങ്കിൽ മുകളിൽ ഞാനൊരു x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ താഴെ ഞാനൊരു x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin²x മൈനസ് x² ഡിവൈഡഡ് ബൈ x⁴ ഇൻറ്റു x/sin⁡x ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് കിട്ടി. ഇനി നമുക്ക് ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് sin²x മൈനസ് x² ഡിവൈഡഡ് ബൈ x⁴ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x/sin⁡x ദി ഹോൾ സ്ക്വയർ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x/sin⁡x എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin²x മൈനസ് x² ഡിവൈഡഡ് ബൈ x⁴ ഇൻറ്റു 1. ഇനി ഇവിടെ എക്സിന് 0 നിങ്ങൾ കൊടുത്ത് നോക്കിക്കേ. ഇവിടെയും നമുക്ക് മുകളിൽ 0 കിട്ടും, താഴെയും 0 കിട്ടും. വീണ്ടും ഇത് നമുക്കിപ്പോൾ ഒരു 0/0 ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2sin⁡x cos⁡x മൈനസ് 2x ഡിവൈഡഡ് ബൈ 4x³. ഇനി ഇവിടെ നമുക്കൊരു ഐഡൻറ്റിറ്റി അറിയാം. അതായത് 2sin⁴ cos b ഈക്വൽ ടു sin a പ്ലസ് b പ്ലസ് sin a മൈനസ് b എന്ന് പറയുന്നൊരു ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് 2sin a cos b എന്നുള്ള ഫോർമുലയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിനെ sin a പ്ലസ് b പ്ലസ് sin a മൈനസ് b എന്നുള്ള രീതിയിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin a പ്ലസ് b എന്ന് പറഞ്ഞാൽ sin x പ്ലസ് എക്സ് പ്ലസ് sin x മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 2x ഡിവൈഡഡ് ബൈ 4x³ എന്ന് കിട്ടും. sin x മൈനസ് എക്സ് എന്ന് പറയുന്നത് sin 0 ആണ്, അതായത് 0 ആകും. ഇവിടെ sin 2x എന്ന് കിട്ടും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x മൈനസ് 2x ഡിവൈഡഡ് ബൈ 4x³ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ sin 0 മൈനസ് 0 ഡിവൈഡഡ് ബൈ 0. അപ്പോൾ വീണ്ടും നമുക്കിതൊരു 0/0 ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 cos 2x മൈനസ് 2 ഡിവൈഡഡ് ബൈ 12x² എന്ന് കിട്ടി.
ഇനി ഇവിടെ ഞാൻ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു കോസ് 0, കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ 2 മൈനസ് 2 എന്ന് പറയുന്നത് 0 ആകും. താഴെയും 0 ആയിരിക്കും കിട്ടുന്നത്. വീണ്ടും നമുക്കൊരു 0/0 ഫോമിലേക്ക് കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു മൈനസ് സൈൻ 2x ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 24x എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 4 സൈൻ 2x ഡിവൈഡഡ് ബൈ 24x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്ക് മൈനസ് സൈൻ 2x ഡിവൈഡഡ് ബൈ 6x എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0/0 ഫോം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് കോസ് 2x ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 6. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് 0 divided by 3 which is equal to minus 1/3.